സമ്മതിക്കൂല ഇവിടെ കയറാൻ, സമ്മതിക്കൂല ഇവിടെ കയറാൻ. ആണുങ്ങളെ പോലെ കാണാം. ആണുങ്ങളെ ഈ കണ്ണു തുറക്കുമ്പോ തുണിയൊന്നും ഉണ്ടാവില്ല. ഈ ഉമ്മാരൊക്കെ മനസ്സിലായി. എല്ലാ ആണുങ്ങൾ ഇവന്മാരെ മനസ്സിലായി. പുഷ്പരാജ് ഏട്ടനെ പരിചയപ്പെടുന്നതിന് മുന്നേ ഞാൻ കുറെ റീല് എടുത്ത് നോക്കിയിട്ടുണ്ട്. ഭയങ്കര നീറ്റ് ആയിട്ടാണ് ഇവരുടെ പ്ലേസ് കീപ്പ് ചെയ്യണത് അല്ലേടാ? വിഷ്ണു. ഇന്ന് ഞാൻ കുറച്ച് ആൾക്കാരെ കാണാൻ എത്തിയെന്ന് പറഞ്ഞില്ലേ, ആരാന്ന് മനസ്സിലായിട്ടില്ലല്ലോ. മച്ചാനും പിള്ളേരെന്ന് പറഞ്ഞ് ഇൻസ്റ്റയിൽ ഞാൻ ഒരു റീല് കണ്ടു. അങ്ങനെയാണ് ഞാൻ ഇവിടെ കണ്ടുപിടിച്ചത്. പക്ഷെ മച്ചാനും പിള്ളേരെന്ന് പറയുമ്പോൾ നിങ്ങൾ ആണുങ്ങളാന്ന് വിചാരിക്കരുത്, ഇതൊരു കൂട്ടം പവർഫുൾ ലേഡീസ് ആണ്. പക്ഷെ മച്ചാൻ എന്നാണ് പേര്. ഏതായാലും ഞാൻ അവരെ കാണിച്ചു തരാം. അല്ല ആക്ച്വലി നിങ്ങൾ ഇതെങ്ങനെയാണ് ഈ പരിപാടി? സത്യം പറഞ്ഞാൽ ഞാൻ ഇതിനു മുമ്പ് എൻ്റെ ഒരു നിങ്ങളെ പറ്റി അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അറിഞ്ഞത് ഇവർ ടിക്ടോക്കിലൊക്കെ അത്യാവശ്യം ആക്റ്റീവായിരുന്നു. ടിക്ടോക്ക് ഇപ്പൊ ബാനായി, അപ്പോഴും നിങ്ങൾ ഇവിടെ ഉണ്ട്. അതെങ്ങനെയാണത്? ഇൻസ്റ്റാഗ്രാമിൽ കൂടിയാണ് കത്തനെ. നിങ്ങള് കോളേജ് സ്റ്റുഡൻസ് അല്ലേ, ഒരുമിച്ച് ബാച്ച്? നോർമലി നമ്മളോട് പറയാറുണ്ടല്ലോ ആൾക്കാർ, ഈ കോളേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബന്ധങ്ങളൊക്കെ പോകും, പിന്നെ അടുത്ത ബന്ധം. പക്ഷെ ഇവരിപ്പോഴും ഒരു മാതൃക തന്നെയാണ് സത്യം പറഞ്ഞാൽ. നമ്മുടെ കോളേജിൽ പഠിച്ച് എത്ര മണി നമ്മളിവിടെ ഉണ്ട്, ഇവരിപ്പോഴും ഒരുമിച്ചാണ്. ഞാൻ ഇവരെ കാണുന്നത് ഇവരെ വീട്ടിൽ ഒരുമിച്ച് നിൽക്കുവാണ്. മച്ചാനും പിള്ളേരെന്ന് പറഞ്ഞ ഒരു പേജിൽ ഇവർ ഒരുമിച്ച് ആക്റ്റീവാണ്. അത് ഒന്ന് കാണിച്ചേക്കാം. ഒന്ന് പേരൊന്ന് പറയാമോ? അനാമിക, രേഷ്മ, സൂര്യനന്ദന, കൃഷ്ണേന്ദു, ദേവിക, അനുഷ, ധനലക്ഷ്മി. അപ്പൊ എന്തായാലും നിങ്ങളുടെ ഇൻട്രോ കഴിഞ്ഞല്ല. എങ്ങനെയാണ് നിങ്ങളുടെ രീതികൾ പെർഫോമൻസ് ചെയ്യാൻ? എങ്ങനെ എവിടെയൊക്കെ പോകാറ്? പെർഫോമൻസിനൊക്കെ ഞങ്ങൾ പുറത്ത് അങ്ങനെ ഞാൻ പറയുന്നില്ല, പറയാനുള്ള മൂടങ്ങ് അല്ല നമ്മള് അത് പുറത്ത് പെർഫോമൻസ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും അമ്പലത്തിന്റെ ഷോസ് ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ പോവും. പിന്നെ TV ഷോസിനൊക്കെ പോവും. പിന്നെ റീസെന്റ് ആയിട്ട് ARM ഉണ്ടായിരുന്നു ഞങ്ങള്. ARM ഉണ്ടായിരുന്നല്ലേ? സോറി, ഞാൻ നടീനെ മാത്രം നോക്കിയത്. ഇപ്പൊ എത്ര ആളായി നിങ്ങൾ ഒരുമിച്ച് ഇവിടെ? ഇത് കൊറേ പടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ആണോ? ഒന്ന് കാണിച്ചു തരാം. ഇതെന്താ സംഭവം? ഇതാണ് ഞങ്ങളുടെ ഫസ്റ്റ് ഇയർ. ഞങ്ങള് ഇതുണ്ടോ ഇവിടെ? നോക്ക് അതും ഇതും. ഓ, ഈ ഇരിക്കണ ആളുകളാണ്. അതെ, കുറച്ചും കൂടി കറക്റ്റ് ആയി കിട്ടും. ഇതാണ് ഇത്. ഇതിൽ ഞങ്ങളെല്ലാ MA വരെയുള്ള എല്ലാ ഫോട്ടോസും ഉണ്ട്. നമ്മൾ കാണാതെ പോകേണ്ടത് നമ്മുടെ ഫോണിൽ വരെ ഫോട്ടോ എടുത്തിട്ട് അല്ലേ, ഒരു ഡിഗ്രി ഫോട്ടോ എടുത്ത് ചിലപ്പോ ഫൈനൽ ഇയർ ആകുമ്പോൾ ഉണ്ടാവില്ല. അപ്പോഴാണ് ഈ പിള്ളേര് ഇത്രയും ഫോട്ടോസ് കളക്ട് ചെയ്ത് ചെയ്യണം. അത് ഒരു അത്ഭുതം തന്നെയാണ്. അത് മാത്രമല്ല, ഞാനിവിടെ വന്നപ്പോൾ ശ്രദ്ധിച്ചത് ഭയങ്കര നീറ്റ് ആയിട്ടാണ് ഇവരുടെ പ്ലേസ് കീപ്പ് ചെയ്യണത് അല്ലേടാ? പക്ഷെ നല്ലതായിട്ട് നമ്മള് ബാക്കി സ്ഥലങ്ങൾ കാണിക്കുന്നില്ല, ഈ ഭാഗങ്ങൾ കാണിക്കാം. ആണല്ലേ? അടുക്കള കാണിച്ചാൽ വൃത്തി മനസ്സിലാവും. വേണ്ട, അടുക്കള കാണണ്ട. ഏതായാലും നിങ്ങൾ വൃത്തിയുള്ളവരാണ്. ഞാൻ ആക്ച്വലി ഞാൻ ഇവിടെ വ്ളോഗ് എടുക്കാനാണ് വന്നത്. പക്ഷെ ഇവരൊരുമാതിരി എന്റെ പെര കാണാൻ വന്ന പോലെയാണ്. നമുക്ക് എന്തായാലും ഇത് കണ്ടോ, അവരെ തന്നെ അവരുടെ മെയിൻ സാധനങ്ങളൊക്കെ കാണിച്ചു തരാം. കീപ് കാം ആൻഡ് ക്യാരി ഓൺ എന്ന് പറഞ്ഞു. ബിലീവ് ആൻഡ് ആക്ട് ആസ് ഇഫ് ഇറ്റ് വെയർ ഇമ്പോസിബിൾ ടു ഫെയിൽ. അടിപൊളി. ലിവ് ലവ് സെൽഫ് ലവ് ഈസ് സെൽഫ് കെയർ. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അല്ല, എനിക്ക് നിങ്ങളോടൊരു കാര്യം ചോദിക്കാനുണ്ട്. നിങ്ങളിവിടെ മറ്റേ കീപ് കാം ആൻഡ് ക്യാരി ഓൺ എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ടല്ലോ. പക്ഷെ നിങ്ങളാരും ഇതുവരെ കാമായിട്ട് ഞാൻ കണ്ടില്ല. അതെ,
അല്ല എന്നാലും ചോദിക്കാം, നിങ്ങൾ എല്ലാരും കൂടി ഈ കമ്പനി വൈബ് കഴിഞ്ഞ എപ്പോഴാണ് ഉറങ്ങണേ? 2 മണി. ആണല്ലേ. ഞാൻ ഇവരെ പരിചയപ്പെട്ടപ്പോഴാണ് പറഞ്ഞ ഇവര് ഈ ഗ്രൂപ്പ് അല്ലാതെ വർക്ക് ചെയ്യുന്നുണ്ട് അല്ലെ? എല്ലാവരും പ്രൊഫഷണൽ ഡാൻസാണ്, ഡാൻസ് ടീച്ചേഴ്സ് ആണ്. അപ്പോൾ നമ്മളെല്ലാം പ്രൊഫഷണലി നമ്മളെല്ലാം നമ്മുടെ പ്രൊഫഷണലായിട്ട് വന്നേക്കാം. നമുക്കൊരു മെന്റലിസം ട്രൈ ചെയ്ത് നോക്കിയാലോ? നമുക്കൊരു ഹിപ്നോട്ടിസം നോക്കിയാലോ? നിങ്ങൾ ഇനി കണ്ണു തുറക്കുമ്പോൾ നിങ്ങൾ 3 പേരും ഇനി കണ്ണു തുറക്കുമ്പോൾ മൈക്കിൾ ജാക്സന്റെ ഗ്രൂപ്പിലെ ഡാൻസേഴ്സ് ആണ് നിങ്ങൾ. മൈക്കിൾ ജാക്സന്റെ ഗ്രൂപ്പിലെ ഡാൻസേഴ്സ് നിങ്ങൾ 3 പേര്. ഞാൻ ടച്ച് ചെയ്തവർ മൈക്കിൾ ജാക്സന്റെ ഗ്രൂപ്പിലെ ഡാൻസേഴ്സ് എല്ലാവർക്കും അറിയുന്ന ഡാൻസ്. കണ്ണു തുറക്കുമ്പോൾ ഭയങ്കര ഫേമസ് ആണ്. നിങ്ങളാണെങ്കിൽ ഇത്തിരി ഷോ ഓഫ് ഉള്ള ടീം, അത്രയും വലിയ പോപ്പ്, കിങ് ഓഫ് പോപ്പ് എന്നറിയപ്പെടുന്ന ജാക്സന്റെ ടീമിലുള്ളവരാ. അപ്പോൾ അത്രയും ഷോ ഇതുണ്ട്, ഹെഡ് വെയിറ്റ് ഉള്ള ആൾക്കാരാ. ഹായ് ഹായ് ഹായ്. അയ്യോ നിങ്ങൾ ഇവരെ നിങ്ങൾ അത് ഏത് ടീമിലുള്ള ഡാൻസേഴ്സാ? മൈക്കിൾ. അയ്യോ മാം, സൂപ്പർ 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 മാമിന്റെ ഫാൻ. എപ്പോ എത്തി നിങ്ങളൊക്കെ? അയ്യോ ഇവരൊക്കെ കാണാൻ കാത്തി. ഇപ്പൊ ഒരു ഡാൻസ് കളിക്കും, ഒരു അപ്പോൾ അത്ര പറ്റുള്ളൂ. അല്ലാതെ പറ്റില്ല അവർക്ക് ആ സമയത്ത് മാത്രമേ. അയ്യോ ഒരു ലോക്കൽസ് ആയിട്ടുള്ള ഫോട്ടോ അധികം കുഴപ്പമില്ല. ആ ഇന്ന് ഇതില് ഞാൻ എടുത്തരാം, നിങ്ങൾ നിന്നു, ഞാനൊരു ഫോട്ടോ എടുത്തു. അല്ലേ, അതിന്റെ ആവശ്യമില്ല, മാമിന്റെ ഒപ്പം ഒന്നും ഇരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അടിപൊളി ഫോട്ടോ. താങ്ക് യു മാം. കണ്ണു ഓർക്കുമ്പോ കാണുന്നത് ഇപ്പൊ ഇറങ്ങിയ പുഷ്പ സിനിമയിലെ അല്ലു അർജുനാണ് ഞാൻ. അല്ലു അർജുനായിട്ട് കാണാൻ പറ്റും എന്നെ. റിയാക്ഷൻ എടുക്കടാ, റിയാക്ഷൻ എടുക്ക. ആരാന്ന് മനസ്സിലായോ? എന്റെ പേര് ഇവിടെ എന്ത് പേരില്ല എന്നെ പറയട്ടെ? കൃഷ്ണ ഏതാ? എനിക്കറിയില്ല കൃഷ്ണ. എന്നെ ഇവർക്ക് മനസ്സിലായില്ലേ? ഒന്ന് പറഞ്ഞു കൊടുക്കും ഇവർക്ക് എന്നെ. നിങ്ങളുടെ വീട്ടിൽ വന്നപ്പോ സന്തോഷമായ? വ്ലോഗ് എടുക്കണോ നിങ്ങൾക്ക്? ഇത് വേണമെങ്കിൽ ഒന്ന് ക്ലിപ്പ് ചെയ്താൽ എൻ്റെ ഒരു ഗിഫ്റ്റ് ആയിട്ടിരിക്കട്ടെ. ആരാന്ന് ഇവരൊക്കെ ഒന്ന് പറഞ്ഞു നോക്ക്. മനസ്സിലായില്ലേ? ശരിക്കും അടുത്തുനിന്ന് സാധാരണ പുഷ്പരാജ്. സംസാരിക്കാം. എന്റെ ഫാനാണോ? ആണോ? ഞാനല്ല, കൃഷ്ണ. നിങ്ങളല്ലേ മച്ചാനും പിള്ളേരും? നിങ്ങളുടെ റീൽ ഞാൻ കണ്ടിട്ടുണ്ട്. അയ്യോ, ഞാൻ സൂര്യ എന്ന് പറഞ്ഞ ഒരാൾ. ഓ കുട്ടിയാ, ഞാൻ പ്രൊഫൈലേ കണ്ടിട്ടുള്ള ആളുടെ. ഞാൻ ഒരു 1 year മുമ്പ്. ഗ്രേറ്റ് ഫാൻ ഓഫ് യു. എന്റെ പടം കണ്ടോ? പുഷ്പ കണ്ടില്ലേ? സൂര്യ കണ്ടോ? എന്റെ ഞാൻ നിങ്ങളുടെ കാണണ്ടേ? സൂപ്പർ ഹിറ്റ് അല്ലേ? 500 കോടി ഫസ്റ്റ് ഡേ. ഹാപ്പി ആയില്ലേ നിങ്ങള്? ഹാപ്പി അല്ലേ?
എനിക്കൊന്നുമില്ല ഇവരൊന്നും തന്നെ. ചായ കൊടുക്കാം. സോറി, ഞാൻ ബദാം മിൽക്ക് മാത്രമേ കുടിക്കാറ്. ഒന്നുമില്ല. നമുക്ക് ഒരു ഭാഗ്യമല്ലേ നമ്മുടെ വീട്ടില് വിശ്വസിക്കാൻ പറ്റുന്നില്ല. സൂര്യന് കണ്ണു തുറക്കുമ്പോ റൈറ്റ് സൈഡ് നിൽക്കുന്ന എല്ലാവരും ആണുങ്ങളാണ്. റൈറ്റ് സൈഡ് നിൽക്കുന്ന സൂര്യയുടെ ഫ്രണ്ട്സ് എല്ലാം ആണുങ്ങളെ പോലെ കാണാം. ആണുങ്ങള് ഇവര് ഇനി കണ്ണു തുറക്കുമ്പോ തുണിയൊന്നും ഉണ്ടാവില്ല. ഇനി കണ്ണു തുറക്കുമ്പോ ഇവരൊക്കെ ന്യൂഡായിട്ട് കാണാൻ പറ്റും. ന്യൂഡായിട്ട് കാണാം. ഫുൾ ന്യൂഡായിട്ട് കാണാം. 1 2 3 വേഗം. ഇവന്മാരൊക്കെ മനസ്സിലായി. എല്ലാ ആണുങ്ങൾ ഇവന്മാരെ മനസ്സിലായി. ഇവന്മാരെയൊക്കെ മനസ്സിലായോ? ഇവന്മാരെ കണ്ടിട്ടുണ്ടാ? ഞങ്ങൾക്ക് ഇവര് മുഖം കാണാൻ പറ്റണില്ല. ഇവന്മാരൊക്കെ ഏതാ? ഇവന്മാരെ പോലെ ആഭാസന്മാരോട് എന്താ പറയാനുള്ളത്? ഇവരെന്തിനാ എന്റെ മുമ്പിൽ ഇങ്ങനെ നിക്കണേ? എങ്ങനെ ഞാൻ എത്ര വലിയ ആൾക്കാരിങ്ങനെ നിക്കണ കണ്ടിട്ടില്ല. അല്ല, സൂര്യ എന്ന മുഖത്തോട്ട് നോക്കാതെ പറ്റണില്ല. ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? ഞാൻ എനിക്ക് ഇങ്ങനെ തല നക്കാൻ പറ്റണല്ലോ, അതുകൊണ്ട് നോക്കാം. ശരിക്കും ഫുൾ നേക്കട? ഇത് കണ്ടെങ്കി ഏത് ഒരു എന്തേലും ഉണ്ടാവാൻ ഇങ്ങനെ ഒരുമിച്ച് കാണുമ്പോ എന്തോ പോലെ. അവിടെ നോക്ക ഇവിടേക്ക് നോക്ക. എന്താ ഇവരോടൊക്കെ പറയാനുള്ളത്? ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങോട്ട് വരാം. കണ്ട് ചിരിക്കാലോ. ഹാപ്പിയായില്ലേ? ഇത്രയും പോരെ? ഇനി കണ്ണു തുറക്കുമ്പോ എല്ലാവരും ഈ ഇരിക്കുന്ന എല്ലാവരും പ്രേതങ്ങളാണ്. എല്ലാവരും പ്രേതങ്ങളാണ് ചുറ്റിരിക്കുന്നത്. ഞാൻ ഒഴിച്ചു ബാക്കി എല്ലാവരും പ്രേതങ്ങളാ. കണ്ണു തുറക്കുമ്പോ പ്രേതങ്ങൾ. ഓക്കെ, പ്രേതങ്ങൾക്ക് പേരൊക്കെ സൂര്യക്ക് അറിയാൻ പറ്റും. ഇനി കണ്ണു തുറക്കുമ്പോ പ്രേതം ഉണ്ടോ? മറ്റൊരു വേഗം അവരുണ്ട് റൂമില്. ഇല്ല വരെ കണ്ടുകഴിഞ്ഞ ഇല്ല, ഞാൻ ഉള്ളപ്പോ പേടിക്കണ്ട. ഇല്ല, കൃഷ്ണയ്ക്കൊക്കെ പേടിയാ. സമ്മതിക്കൂല അവിടെ കയറാൻ. ഞാൻ സമ്മതിക്കൂല അവിടെ കയറാൻ. സൂര്യ വാ, അവര് പേടിക്കണ്ട. അവരൊക്കെയാണ്, അവരെ സേഫ് ആക്കിയിട്ടുണ്ട്. പക്ഷെ ഞാൻ സമ്മതിക്കൂല. ഞാൻ സമ്മതിക്കൂല. ഇനി ഞാനൊന്ന് ക്ലാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവരെയൊക്കെ നോർമലായിട്ട് കാണാൻ പറ്റും. ഇനി ഒന്ന് ക്ലാപ്പ് ചെയ്ത് ഈസി ആയിട്ട് കാണാൻ പറ്റും. ഇനി ഒന്ന് നോക്കിയേ അവരെ നോർമലായിട്ടാണ്.
അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ എന്റെ വീഡിയോ മല്ലു മെന്റലിസ്റ്റ് വ്ളോഗിന്റെ വിഷ്ണു വിഷ്ണു ചേട്ടന്റെ വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമന്റ്. എന്താണ് കലവറ അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണ്. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണാം. എല്ലാവരും ഓക്കെ സബ്സ്ക്രൈബ് ഞാൻ പറഞ്ഞോ ബെൽ ബട്ടൺ. അപ്പൊ എല്ലാരും വീഡിയോ കാണുക. സബ്സ്ക്രൈബ് മൈ ചാനൽ. ബൈ ഗൈസ്.